ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. തട്ടാത്തിക്കാനം കഴിഞ്ഞ് KK റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. കുമളിയിലേക്ക് പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പാമ്പാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് പരുന്തുംപാറ. അപ്പോൾ പരുന്തുംപാറ സന്ദർശിക്കാനാണ് ഇനി പോകുന്നത്. ഈ പരുന്തുംപാറയുടെ പ്രത്യേകത പരുന്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പാറയാണ്. അത് ടാഗോറിൻ്റെ തലയുടെ ഷേപ്പുണ്ട് എന്നതിനാൽ ടാഗോർ പാറ എന്നൊരു വിളിപ്പേരും ഇതിനുണ്ട്. ഏതായാലും വളരെ മനോഹരമായ സ്ഥലം ആണ് കാണാനായിട്ട് പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലുള്ള സ്ഥലമാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. പല പ്രധാന മലയാള ചിത്രത്തിൻ്റെയും ഷൂട്ടിങ്, ഭ്രമരം, നസ്രാണി, ഇതിൻ്റെ എല്ലാം ഷൂട്ടിങ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. പിന്നെ മകരവിളക്ക് മൂടൽമഞ്ഞില്ലാത്ത സമയത്ത് ദൃശ്യമാകുന്ന സ്ഥലമാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഗംഭീരമായ കലാപരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് നമ്മുടെ ശകടം നീങ്ങുന്നത്. സുഹൃത്തുക്കളെ, ഇടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണ് പരുന്തിൻപാറയാണ്. നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. 7 പിള്ളേരെ ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. ആ 7 പിള്ളേരെ നമ്മളെ കൂടെ നിൽക്കണം. ഓടണ്ട, പതുക്കെ പോയാൽ മതി, സമയമുണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ടു പോ. അപ്പോ നമ്മുടെ കൂടെ വരുന്ന പിള്ളേരെ പരിചയപ്പെടുത്താം. വരണ ഇന്നല്ല, അതൊക്കെയാണ്. മാന്യദേഹം വേഗം വാടാ. വരട്ടെ, അവൻ വന്നോളൂ. ഹലോ സുഹൃത്തുക്കളെ, പരുന്തിൻപാറ കണ്ടോ? പരുന്തിൻ്റെ ഷേപ്പ് കണ്ടോ? പിന്നെ ചിലരതിന് ടാഗോർ പാറയെന്നും പറയും. ടാഗോറിൻ്റെ മുഖമായിട്ട് സാമ്യം. നമ്മളെ നോബൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി കവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലർ പരുന്തിൻ്റെ ഷേപ്പെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാം. പരുന്തിൻപാറ എന്നൊരു പേരും കിട്ടി. കൊള്ളാം, കുഴപ്പമില്ല. ടാഗോർ പാറ എന്ന് പറഞ്ഞാൽ ടാഗോറിൻ്റെ ഏകദേശം ഒരു ഇത് കാണുന്നുണ്ട്, എൻ്റെ അഭിപ്രായം. അപ്പോൾ പരുന്തിൻപാറ എന്ന ടാഗോർ പാറ, അല്ലെങ്കിൽ ടാഗോർ പാറ എന്ന പരുന്തിൻപാറ, ഇവിടെയുള്ള കാഴ്ച അതിമനോഹരം എന്നേ പറയേണ്ടൂ. നമ്മുടെ പിള്ളേർ അങ്ങ് മേളിലോട്ട് കയറുക. കുറച്ച് മേളിലോട്ട് കയറിയിട്ടേ നമുക്ക് ആ പരുന്തിൻപാറയിലോട്ട് പോകണം. ട്രക്കിങ്ങിന് നമുക്ക് പോവാം കേട്ടാ. പിള്ളേരൊക്കെ പരുന്തിൻപാറ ധൈര്യമായിട്ട് കണ്ടിട്ട് വരുന്ന പിള്ളേരാണ്. നന്ദുവിനാണ് ധൈര്യം, അതോ മക്കളെ പേരെന്തോന്ന്? നിന്റെ പേര് ഫിയോണ, എനിക്കറിയാം.
നിനക്കെന്താണ്? ഫേബ. കാണോ ധൈര്യം? ഇവിടെ ഏറ്റവും ധൈര്യമുള്ള ഒരാളുണ്ട്. ആ, പരുന്തിൻപാറ. സമുദ്രനിരപ്പിൽ നിന്ന് ആക്കും തിരിയുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരമുള്ള പരുന്തിൻപാറയിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇനി കിട്ടത്തില്ല. KK റോഡിൽ, അതായത് കോട്ടയം കുമളി റോഡിൽ പാമ്പാർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരിഞ്ഞ് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരുന്തിൻപാറയെത്തും. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരമുള്ള പരുന്തിൻപാറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പരുന്തിൻപാറ, ആ പേര് സൂചിപ്പിക്കുന്ന പരുന്തിൻ്റെ ആകൃതിയുള്ള പാറ അവിടെ കാണാം. പക്ഷേ അതിന് ടാഗോർ പാറയെന്നും പറയും. ടാഗോറിൻ്റെ മുഖമായിട്ട് സാമ്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് ടാഗോറിൻ്റെ മുഖവുമായിട്ടാണ് കൂടുതൽ സാമ്യം. പിന്നെ അത് പിള്ളേർ നമ്മൾ നോക്കുന്നതനുസരിച്ചിരിക്കും. ചിലർ പറയുന്നത് പരുന്ത് പോലെ, ചിലർ പറയുന്നത് ടാഗോർ പോലെ. അപ്പോൾ 2 പേരും ഉണ്ട്, പരുന്തിൻപാറ, ടാഗോർ പാറ. ഓക്കെ. സാഹസികരായ മാന്യദേഹങ്ങൾ പിള്ളേർ അതാ വരുന്നത്. കണ്ടാ? ആ, കണ്ടാ? വേറൊരു സാഹസിക അതാ നിൽക്കുന്നത്. ഇനി എവറസ്റ്റ് മാത്രം കയറിയാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ കയറി. ആ 2 പിള്ളേരുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുകൊണ്ട്, ആ ഫിയോണി അല്ലേ? ഫിയോണ അത് മതി, കുഴപ്പമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ സാഹസികരായ പിള്ളേർ പരുന്തിൻപാറയല്ല, അതിൻ്റെ അപ്പുറം വേണമെങ്കിലും കീഴടക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ വരുന്ന കുറേ മാന്യദേഹങ്ങൾ. ആ സുഹൃത്തുക്കളെ, ആ സാഹസിക പ്രവൃത്തി പൂർത്തിയാക്കിയ മാന്യദേഹങ്ങൾ, സാഹസിക കൃത്യം പൂർത്തിയാക്കിയ മാന്യദേഹങ്ങളാണ്. എവനെ കൊണ്ട് ഞാൻ തോറ്റവൻ, മുന്നാലെ ഓടുന്നവൻ. എടാ, നിന്റെ പേരെന്തോന്നടാ? ആ അതാ പിള്ളേർ. ആ എടാ, ഇങ്ങോട്ട് നോക്കടാ. ആ കൈ കാണിക്ക്, നീ കൂടെ കാണിക്കടാ. ആ ദാ നമ്മളെ ജിൻസി, അവനുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഹലോ. ആ വരാം. നോക്കട്ടെ, ഈ പിള്ളേരെല്ലാം ചാട്ടക്കാരായ, ഇവരൊന്ന് ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോവാൻ. അങ്ങനെ നമ്മുടെ സാഹസിക കൃത്യം അതാണ്. അതെ, ഓക്കെ, താങ്ക് യു. അതല്ല, ഈ കൊച്ചു പിള്ളേരാണ് പോരെങ്കിൽ. ചെറിയ പിള്ളേർക്ക് ഇവിടെ ഇരിക്കാം. അതിന്റെ കൂട്ടായിട്ട് നീ ഇവിടെ ഇരുന്നോ കേട്ടാ. നീ കൂടെ വരണ്ട, പറഞ്ഞല്ലേ? അതെ, നിനക്ക് വരണമെന്നുണ്ടോ? ആ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ നമ്മൾ പോകും. അത് വീഡിയോ ആയിപ്പോയി. അപ്പോ കെവിൻ, അപ്പു എന്നറിയപ്പെടുന്ന കെവിൻ നമ്മുടെ അയലോകക്കാരനാണ്. അവനൊരു സാഹസികനാണ്. ഇങ്ങോട്ട് കൈ കാണിക്കുക ചങ്ങാതി. ആടാ. ആ ഇനി നമുക്ക് എവറസ്റ്റും കൂടി ഇതേപോലെ വേണം കീഴടക്കാൻ. സുഹൃത്തുക്കളെ, പരുന്തിൻപാറ എക്സ്പെഡിഷൻ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അഡ്വഞ്ചർ ട്രിപ്പ് ഇവിടം വരെ എത്തി. ജിൻസി, നമ്മുടെ ഫേമസ് ഒബ്സ്ട്രീഷ്യൻ, അതെനിക്ക് നാക്ക് തിരിയൂല. ആ ഒപ്റ്റോമെട്രിക്സ് അതാണ്. അപ്പോ ജിൻസി, എടാ മക്കളെ, നിന്റെ പേരെന്താടാ? ആ റയാൻ. ആ എടുക്കാം. വേറെ ഒന്നുമല്ല, കെവിൻ, നമ്മുടെ അപ്പു എന്നറിയപ്പെടുന്ന കെവിൻ വേണമെങ്കിൽ നമ്മുടെ പുതിയ ടെൻസിംഗ് ഹിലാരി, എഡ്മണ്ട് നോർക്കെ എന്നൊക്കെ പറയും പോലെ ഇനി നമുക്ക് പോകാനൊരു സ്ഥലം എവറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്കിത് പറ്റണില്ല. പറ്റാത്ത വേറൊന്നുമല്ല, ഒന്ന് എനിക്കെൻ്റെ
ഈ ഫോണ് സംരക്ഷിക്കണം, ഞാൻ വീണാലും വേണ്ടൂല. അപ്പം അതുകൊണ്ട് അപ്പു എന്ന് പറഞ്ഞാൽ അവരൊക്കെ പിള്ളേർ ചെറുപ്പക്കാർ, അവരൊക്കെ അത് പറ്റും. അവർ ചെയ്യണ കണ്ട് നമ്മൾ എടുത്ത് ചാടിയാൽ വരണ എത്ര ഈസി ആയിട്ട് വരണം. എടാ നീ എൻ്റെ അടുത്ത് എത്തിയാ? വാ കൊള്ളാം, കയറി വാ, പതുക്കെ സൂക്ഷിച്ച് കയറി വാ. അതെ, ഇതാണ് പർവ്വത ആരോഹണം എന്ന് പറയുന്നത്. ഓക്കെ ചങ്ങാതി, മുഖം ഒന്ന് കാണിക്ക്. അതാണ് കെവിൻ അപ്പു. അപ്പോൾ സുഹൃത്തുക്കളെ, അതുകൊണ്ട് പരുന്തിൻപാറ ിലുള്ള മനോഹരമായ കാഴ്ചകളാണ്. കണ്ടോ, പരുന്തിൻപാറ അവിടെ കാണാം. മിത്രം റെസിഡൻഷ്യൽ അസോസിയേഷനാണ് നിൽക്കുന്നത്. കണ്ടോ, ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ്.